നമസ്കാരം. ബ്രിട്ടീഷ് നിർമ്മിത കോവിഷീൽഡിന് ചില പാർശ്വഫലങ്ങൾ അത്യപൂർവമായി ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് കമ്പനി തന്നെ വിശദീകരണം നൽകിയിരുന്നു. 10 ലക്ഷത്തിൽ 7-8 പേർക്ക് മാത്രമേ ഇത്തരം രക്തം കട്ടപിടിക്കൽ പോലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാവൂ എന്നാണ് കമ്പനി നൽകുന്ന വിശദീകരണം. എന്നാൽ ഇന്ത്യ നിർമ്മിച്ച കോവാക്സിന് പാർശ്വഫലങ്ങളൊന്നുമില്ലെന്നും ഫലപ്രാപ്തി പരിശോധനകളും പരീക്ഷണങ്ങളും നടത്തിയിരുന്നു എന്നും ഭാരത് ബയോടെക് വ്യക്തമാക്കി. കോവിഷീൽഡ് വാക്സിൻ പാർശ്വഫലങ്ങൾക്ക് ഇടയാക്കുമെന്ന നിർമ്മാതാക്കളായ ആസ്ട്രാസെനക്ക അറിയിച്ചതിന് പിന്നാലെയാണ് കോവാക്സിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ഭാരത് ബയോടെക് വ്യക്തമാക്കിയിരിക്കുന്നത്. മഹാമാരി കാലത്ത് ഇന്ത്യയിൽ നൽകി വന്നിരുന്ന വാക്സിനുകളാണ് കോവിഷീൽഡും കോവാക്സിനും. പ്രഥമ പരിഗണന സുരക്ഷിതത്വത്തിന് എന്ന ഉദ്ദേശത്തോടെയാണ് കോവാക്സിൻ വികസിപ്പിച്ചത് എന്നും ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കമ്പനി പറയുന്നു. ഇന്ത്യൻ സർക്കാരിൻ്റെ കോവിഡ് പ്രതിരോധ പദ്ധതികളുടെ ഭാഗമായി ഫലപ്രാപ്തി പരിശോധനകളും പരീക്ഷണങ്ങളും നടത്തിയ ഏക വാക്സിൻ കോവാക്സിനാണെന്നും കമ്പനി അവകാശപ്പെടുന്നു. വാക്സിന് ലൈസൻസ് ലഭിക്കുന്ന പ്രക്രിയയുടെ ഭാഗമായി 27,000-ഓളം വിഷയങ്ങളിലും വിശദമായ സുരക്ഷാ മാനദണ്ഡങ്ങളിലും പരിശോധന നടത്തിയിട്ടുണ്ട്. കോവാക്സിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തിയിട്ടുള്ളതാണെന്നും കമ്പനി വ്യക്തമാക്കി. കോവാക്സിൻ സംബന്ധിച്ച് രക്തം കട്ടപിടിക്കുക, ത്രോംബോസൈറ്റോപീനിയ അഥവാ TTS, VITT, പെരികാർഡൈറ്റിസ്, മയോകാർഡൈറ്റിസ് തുടങ്ങിയ പാർശ്വഫലങ്ങളൊന്നുമില്ലെന്നും വാക്സിൻ സുരക്ഷിതമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും ഭാരത് ബയോടെക് പറയുന്നു. കോവിഡ് വാക്സിൻ്റെ ഫലപ്രാപ്തിക്ക് ഹ്രസ്വകാലയളവേയുള്ളൂവെങ്കിലും ആളുകളുടെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന ആഘാതമുണ്ടായാൽ അത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുമെന്ന് കമ്പനിക്ക് അറിയാമായിരുന്നു. അതിനാൽ തന്നെ തങ്ങളുടെ എല്ലാ വാക്സിനുകളുടെയും പ്രധാന ശ്രദ്ധ സുരക്ഷിതത്വത്തിലായിരുന്നു എന്നും കമ്പനി പറയുന്നു. UK ഹൈക്കോടതിക്ക് മുൻപാകെ എത്തിയ പരാതിക്ക് മറുപടിയായിട്ടാണ് കോവിഷീൽഡ് വാക്സിൻ അപൂർവ സാഹചര്യങ്ങളിൽ രക്തം കട്ടപിടിക്കുന്നതിനും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നതിനും കാരണമാകുമെന്ന് ആസ്ട്രാസെനക്ക കമ്പനി അറിയിച്ചത്. TTS അഥവാ ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോമിന് കോവിഷീൽഡ് കാരണമാകാം എന്നാണ് കമ്പനി മറുപടി നൽകിയത്. എന്നാൽ അത്യപൂർവമായി മാത്രമേ ഈ പാർശ്വഫലം ഉണ്ടാകൂ എന്ന് ICMR മുൻ ശാസ്ത്രജ്ഞനായ ഡോക്ടർ രാമൻ ഗംഗാഖഡ്കർ പറഞ്ഞു. വാക്സിൻ എടുത്തവർ അപകടാവസ്ഥയിലല്ല എന്നും അദ്ദേഹം പറഞ്ഞു. 10 ലക്ഷത്തിൽ 7-8 വ്യക്തികളിൽ മാത്രമാണ് ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം ഉണ്ടായേക്കാവുന്നതെന്നും അദ്ദേഹം പറയുന്നു. വാക്സിൻ്റെ ആദ്യ ഡോസ് എടുക്കുമ്പോഴാണ് സാധ്യത കൂടുതലുള്ളത്. രണ്ടാമത് എടുക്കുമ്പോഴേക്കും വീണ്ടും കുറയും. മൂന്നാമത് ഡോസ് എടുക്കുമ്പോഴേക്കും തീരെ കുറയുകയും ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു. വാക്സിൻ്റെ പാർശ്വഫലങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് ആദ്യ 2-3 മാസത്തിനുള്ളിൽ പ്രകടമാകുമെന്നും ഡോക്ടർ രാമൻ പറഞ്ഞു. UK നിന്നുള്ള ജാമി സ്കോട്ട് എന്നയാളുടെ പരാതിക്ക് പിന്നാലെയാണ് വിവാദങ്ങൾ ഉയർന്നത്. 2021 ഏപ്രിലിൽ വാക്സിൻ സ്വീകരിച്ചതിന് പിന്നാലെ തൻ്റെ മസ്തിഷ്കത്തിന് തകരാർ സംഭവിച്ചെന്നും രക്തം കട്ടപിടിച്ചെന്നും ചൂണ്ടിക്കാട്ടിയാണ് അയാൾ പരാതി നൽകിയത്. ഇതോടെ തനിക്ക് ജോലിക്ക് പോകാൻ കഴിയാതായെന്നും 3 തവണ താൻ മരണത്തിന് മുന്നിലൂടെ കടന്നുപോയെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ജാമിയുടെ പരാതിയിൽ പറയുന്നു. തുടർന്നാണ് UK ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിയ പരാതിയിൽ വളരെ അപൂർവമായ കേസുകളിൽ TTS അഥവാ ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോമിന് കോവിഷീൽഡ് കാരണമാകും എന്ന കമ്പനി മറുപടി നൽകിയത്. രക്തം കട്ടപിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇത്. അതേസമയം മേൽപ്പറഞ്ഞ വാക്സിനോ മറ്റേതെങ്കിലും വാക്സിനുകളോ സ്വീകരിച്ചില്ലെങ്കിൽ കൂടിയും TTS ഉണ്ടാകാമെന്നും കമ്പനി പറയുകയുണ്ടായി. എന്നാൽ വാക്സിൻ്റെ ഫലപ്രാപ്തിയെ ചോദ്യം ചെയ്യാനാകില്ലെന്നും ആസ്ട്രാസെനക്ക അറിയിച്ചിട്ടുണ്ട്. ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ രക്തം കട്ടപിടിക്കുകയും ഒപ്പം പ്ലേറ്റ്ലെറ്റുകൾ അപകടകരമായ രീതിയിൽ കുറയുകയും ചെയ്യുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. കാലുകൾ, മസ്തിഷ്കം, ശ്വാസകോശം തുടങ്ങിയ ഭാഗങ്ങളിൽ രക്തം കട്ടപിടിക്കാം. കടുത്ത തലവേദന, വയറുവേദന, കാലുകളിൽ വീക്കം, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്, ആശയക്കുഴപ്പം തുടങ്ങിയവയൊക്കെ TTSൻ്റെ ലക്ഷണങ്ങളാണ്.